ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ചെറിയൊരു ഗെയിം പ്ലേ ആണ്. VR റാങ്ക് പുഷ് ഗെയിം പ്ലേ ആയിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നല്ലധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ തന്നെയാണ്. കാരണം നല്ല രീതിയിൽ കയറിലൊക്കെ എടുക്കുന്ന ഒരു ഗെയിം പ്ലേ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങിയ സമയത്ത് നമുക്കൊരു മേഘമാണ് എന്ത് പറയുന്നൊരു ഗണ്ണുണ്ട്. ആ ഗണ്ണായി കിട്ടിയിട്ടുണ്ട്. കുത്തിപ്പിടിക്കാൻ പറ്റിയ അടിപൊളി ഗണ്ണായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തായിട്ട് 2 പേര് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത അപ്പുറത്തായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ സോളോയാണ് കളിക്കുന്നത്. നമ്മൾ ജസ്റ്റ് റാങ്ക് മറ്റ് സ്റ്റാർട്ട് ചെയ്താൽ അറിയാതെ കയ്യട്ടി വന്നൊരു ഗെയിം പ്ലേ ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എടുത്താൽ നമ്മൾ നല്ല രീതിയിൽ ഡാമേജ് അവൻ ഐസറിനെ ലോക്ക് ഡിമിത്രയൊക്കെ ഇട്ട് റിവൈവ് ചെയ്യാണ് തോന്നുന്നു. അപ്പോൾ അവൻ ഐസറിനെ ഫിനിഷ് ചെയ്ത് അവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് VSS കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി VSS ഫുള്ള് മാക്സ് ആക്കണൊക്കെ ലെവൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ ചിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മളെ വെൻഡിങ് മെഷീനിൽ പോയി നൈസായിട്ട് തന്നെ നമ്മളെ VSS ജസ്റ്റ് മാക്സ് ആക്കണം. നമ്മുടെ ഫേവറേറ്റ് ഗണ്ണും കൂടെ VSS ആയതുകൊണ്ട് നമ്മൾ VSS എടുത്തിട്ടാണ് ഒരു കളി മുഴുവൻ കളിക്കുന്നത്. നമ്മൾ അതേ കളിയും VSS എടുത്തിട്ട് കളിക്കാറുണ്ട്. ഫേവറേറ്റ് ഗണ്ണായതുകൊണ്ട് നമ്മൾ ഈ VSS ഇരുന്നൊരു ഗെയിമിൽ കൂടെ കളിക്കുന്നത്. അപ്പോൾ നോക്കുക നമ്മൾ അടുത്തായിട്ട് എനിമിസിന് അതിലേക്ക് ഫുട്ബോളിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ബാക്കിൽ നിന്നായിട്ട് അടിയൊക്കെ വരുന്നുണ്ട്. എവിടെ നിന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നതിന് ചാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ അല്ലെങ്കിൽ ഈ ഒരു മലേൻ്റെ മേലെ കയറിയിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നോക്കണമെങ്കിൽ ആ വീടിൻ്റെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഡാമേജ് എടുത്തിട്ടാണ് നെയ്സായിട്ട് 4 കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിച്ചപ്പോൾ ടോട്ടൽ 2 കില്ലായിട്ടുണ്ട്. അപ്പോൾ നോക്കണമെങ്കിൽ ആ വീടിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ സോണിയ ക്യാരക്ടർ ആക്റ്റീവ് ആയിട്ട്. അപ്പോൾ നോക്കാൻ വേണ്ടി ദിമിത്രയ്ക്ക് ഇട്ട് റിവൈവ് ചെയ്യാൻ തോന്നുന്നു. കുറച്ചൊക്കെ ഡാമേജ് കൊടുത്ത് അവനത് ചാവുന്നില്ല. പിന്നെ റിവൈവ് ചെയ്യാണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ലോക്ക് ചെയ്ത് പിന്നെ നല്ല രീതിക്ക് ഡാമേജ് എടുത്ത് എങ്ങനെയൊക്കെ പാടെ കഷ്ടപ്പെട്ട് അവനെ നൈസായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കി താഴത്തായിട്ട് വേറെ എടുത്തിട്ട് കഴിച്ചു. അപ്പോൾ അവന് നല്ല രീതിക്ക് ഡാമേജ് അവനെ നൈസായിട്ട് ഫിനിഷ് ചെയ്ത്. അപ്പോൾ ടോട്ടൽ നോക്കുക 4 കില്ലായിട്ടുണ്ട്. 30 പേരായിട്ട് അലൈവ് ഉണ്ട്. അപ്പോൾ നോക്കണമെങ്കിൽ അവിടെ ഒരു എനിമിമ്പാടുണ്ട്. കാരണം അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അവർ നല്ല രീതിക്ക് ഫൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് കുമ്മിയതാണ്. അപ്പോൾ നോക്കിയാൽ മേലോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയാൽ താഴത്തായിട്ട് വരുത്തുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫുള്ള് ഹെഡ് ഷോട്ട് അടിച്ച് നൈസായിട്ട് അവനോട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാൻ നമുക്ക് 5 കിലോ പോലെ 27 പേര് അലൈവ് ഉണ്ട്. ഞാൻ നോക്കിയാൽ നല്ല രീതിക്ക് ലൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ ഇവിടുന്ന് വേറെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന അത്ര ബെറ്റർ അല്ല. കാരണം നമ്മൾ ചാവാൻ ചാൻസ് കൂടുതലാണ്. ആ മലൻ്റെ മേലെ കയറി നിന്നാൽ ഇവിടെയുള്ള മൊത്തം വ്യൂ കാണാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നോക്കിയാൽ നമുക്ക് എവിടെ നിന്നൊക്കെ ആയിട്ട് അടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മലേൻ്റെ മേലെ കയറുന്ന പെട്ടെന്ന് സ്പീഡിൽ പോകുന്ന കയറ്റിട്ട് കയറാൻ നിൽക്കുമ്പോഴേക്കും ബാക്കിൽ നിന്ന് നല്ല രീതിക്ക് അടി വരുന്നുണ്ട്. എവിടെ നിന്നൊന്നും കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തായിട്ട് ഒരുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനും കുറച്ചൊക്കെ ഡാമേജ് കൊടുത്തിട്ടുണ്ട്. VSS ആയതുകൊണ്ട് നല്ല രീതിക്ക് ഹീല് കുറയാൻ ചാൻസ് ഉണ്ടാവും. നമുക്ക് നല്ല രീതിക്ക് ഡാമേജ് തന്നിരുന്നു. അപ്പോൾ ഇരുന്ന് മെഡിക്കറ്റ് അടിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ ഇട്ടുണ്ട് ഒരുത്തൻ നമ്മൾ നേരത്തെ കൊന്നിട്ടുണ്ടാകുന്ന സ്ഥലമുണ്ടല്ലോ. അവിടെ വേറൊരുത്തിനും പാടെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലോഞ്ച് പാഡൊക്കെ വിടുന്നുണ്ട് താഴത്തെ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട്. അപ്പോൾ ആയിട്ട് കുറച്ച് 62 ഡാമേജ് വെച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കണമെങ്കിൽ എങ്ങനെയൊക്കെ പാടെ ഓടി കേസിലാവുകയാണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. കാരണം നല്ല രീതിക്ക് അടി വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ മേലെ തന്നെ തോന്നുന്നു നല്ല രീതിക്ക് അടി വരുന്നുണ്ട്. അപ്പോൾ ബ്ലൂ വാൾട്ട് കവറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ രീതിയിലൊക്കെ ചെയ്യാണ് സൂപ്പർ മെഡിക്കലൊക്കെ ചെയ്തിട്ട് വെസ്റ്റ് കൂടെ ഒക്കെ ഒന്ന് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ എങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടിക്കാൻ പറ്റത്തുള്ളൂ. നോക്കിയാൽ ബിൽഡിങ്ങിൻ്റെ മേലിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ എങ്ങനെയൊക്കെ എടുക്കാന്നൊക്കെ ലെവൽ. അപ്പോൾ അവന് നല്ല രീതിക്ക് VSS അടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ വാൾട്ട് അവന് പറ്റിയിട്ടില്ല. അവൻ പെട്ടെന്ന് ദിമിത്രയൊക്കെ ഇട്ടിട്ട് റിവൈവ് ആവുന്നുണ്ട്. നമ്മളതൊന്ന് സമ്മതിക്കില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അവന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കുക വെച്ചാൽ നമുക്ക് 6 കില്ലില്ല. അപ്പോൾ ഈ കളി എത്ര കില്ല് കിട്ടും പോയി കിട്ടില്ല എന്നൊക്കെ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യും. അപ്പോൾ നോക്കുകയാണെങ്കിൽ താഴത്തായിട്ട് ഒരുത്തനും പാടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ നൈസായിട്ട് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. എങ്ങനെ പാടെ നൈസായിട്ട് ആ കില്ലിൻ്റെ ഫിനിഷ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏകദേശം 20 ചിപ്പിട്ട് ആയിരുന്നു. അപ്പോൾ നോക്കി നമ്മളെ ബാക്കിലായിട്ട് വേറെ ഒരുത്തനും പാടെ ഒന്ന് പറന്നിറങ്ങിയിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ G80 ആവുക അങ്ങനെ എന്ത് പറഞ്ഞൊരു ഗണ്ണുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തോട്ട് വന്നിട്ടുണ്ട്. VSS വെച്ചിട്ട് പെട്ടെന്ന് ഡാമേജ് കൊടുത്തിട്ട് ആ പെട്ടെന്ന് തന്നെ ഗ്ലൂ വളക്കി നമ്മൾ സോണിയ ക്യാരക്ടർ ആക്റ്റീവ് ആയിട്ട് എന്തായാലും. അപ്പോൾ എന്തായാലും 6 കില്ലും ഫിനിഷ് ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ പെട്ടെന്ന് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇനി എനിമീസ് വന്നാൽ നമ്മൾ ചാവാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഇത്ര നേരം പിടിച്ചു നിൽക്കില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 8 കില്ല ആയിട്ടുണ്ട്. ടോട്ടൽ 16 പേരറ്റ് അലൈവുണ്ട്. 15 പേരറ്റ് അലൈവുണ്ട്. നമ്മൾ മഷ്റൂമൊക്കെ അടിച്ച് നേരെ നമ്മൾ സോണിൽ കയറാന്നൊക്കെ ലെവലിലാണ്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ലൂട്ട് ചെയ്യാൻ വേണ്ടി SMG കുറച്ചുള്ളൂ. നോക്കുകയാണെങ്കിൽ SMG എടുക്കാൻ വേണ്ടി നമ്മൾ ഒബ്സർവേറ്ററിലോട്ട് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒബ്സർവേറ്ററി നമുക്ക് ഏകദേശം ലൂട്ടും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ ലോഞ്ച് പേഡ് വെച്ചിട്ട് കഷ്ടപ്പെട്ട് അതിൽ സോണിൽ കയറാന്നൊക്കെ ലെവലിലാണ്. അപ്പം നേരെ സോണിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാങ്കറോ അവിടെയുള്ള ഭാഗത്തോട്ട് നേരെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡ്രോപ്പൊക്കെ ഉണ്ട്. സൂപ്പർ ഡ്രോപ്പാണെന്ന് പറഞ്ഞാൽ ഡ്രോപ്പൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഡ്രോപ്പൊക്കെ ഒരു വീടിൻ്റെ മേലായിട്ടാണ്. നമ്മൾ വന്ന സമയത്ത് ഇവിടുന്ന് വണ്ടി പോകുന്നുണ്ട്. നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റും. നമ്മൾ അടുത്തൂടെ ആയിട്ട് വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ സ്പോട്ട്
അടിക്കാനും പറ്റിയില്ല, കാരണം അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ VS അടിക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേക്ക് നമ്മുടെ കൺമുന്നിൽ നിന്ന് എങ്ങനെയൊക്കെ പാടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കണേ നമ്മൾ ആ ഒരു വീടിൻ്റെ അവിടെയായിട്ട് ഒരു എനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ഒരു വെള്ള ഷർട്ടുകാരനാണ്. നോക്കണേ അവൻ അങ്ങോട്ടായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ഡാമേജ് നമ്മൾ കൊടുത്തിട്ട് അവൻ നല്ല രീതിക്ക് ഡാമേജ് കിട്ടാൻ പെട്ടെന്ന് തന്നെ ബ്ലൂ വാളൊക്കെ ഇട്ട് കവർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനെങ്കിലേക്ക് പിന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ലോഞ്ച് പാഡിൻ്റെ വിടുന്ന സംഭവം ആകെ നൈസൈഡിനെ വിട്ടിട്ട് VS നൈസൈഡിനെ ബ്ലൂ വാൾ പൊട്ടിച്ച് നല്ല രീതിക്ക് ഡാമേജ് കിട്ടാൻ നൈസൈഡിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് 9 കില്ലായല്ലോ. അപ്പം എന്തായാലും പട്ടിഷാർക്ക് ഇമോട്ടൊക്കെ ഇമോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. വേറെ ലെവലായിക്കോട്ടെ ഗൈസ് കളി. എന്തായാലും ലൈക്ക് ചെയ്ത് തരുന്നവന്മാർ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻപാടുണ്ട്, താഴത്തെ സൗണ്ടും കാര്യം നല്ല രീതിക്ക് കേൾക്കാനുണ്ട്, ഒന്നും കറക്റ്റ് അറിയത്തില്ല. നോക്ക് നമ്മുടെ വെൻഡിങ് മെഷീൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ അവിടെ എനിമീൻ്റെ തോന്നുന്നു, കാരണം സ്കാനറിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രോപ്പിനായിട്ട് അവിടെ ഒരുത്തുണ്ടായിരുന്നു. അപ്പോൾ അവന് നല്ല രീതിക്ക് ഡാമേജ് എടുത്താൽ പെട്ടെന്ന് തന്നെ ഗ്ലൂ വാളൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ടാവും. നമ്മൾ കാണാൻ ടീം അപ്പോൾ